ഉപ്പ് നോക്കിയാൽ മധുരം നോക്കിയാൽ മധുരം രുചിച്ചാൽ ഉപ്പ് രുചിച്ചാൽ നോമ്പ് മുറിയുമോ? ഇതാണ് ചോദ്യം. ഒരുപാട് ഉമ്മമാർ ഫോൺ കോളിലൂടെ അതുപോലെ ഓരോ പ്രഭാഷണത്തിൻ്റെയും താഴെ കമൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഴുതി ചോദിക്കൽ, സ്ത്രീകളുടെയൊക്കെ ക്ലാസ്സിൽ എഴുതി ചോദിക്കുന്ന മുക്കാൽ ഭാഗവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഉപ്പ് നോക്കുന്ന, പ്രത്യേകിച്ച് എരിവ് നോക്കുന്ന, മധുരം നോക്കുന്ന, അങ്ങനെ ഒരുപാട് രുചിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ഉപ്പ് നോക്കുന്ന വിഷയം. വിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമളാനിൽ ഏറ്റവും കൂടുതൽ പരാതിയും, എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സംശയവുമുള്ള ഒരു അവസ്ഥയാണ് വൈകുന്നേര സമയത്ത് നമ്മുടെ ഉമ്മമാർ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ, നോമ്പ് മുറിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോയോ, ഉപ്പ് കുറഞ്ഞു പോയോ, മധുരം കൂടിയോ, മധുരം കുറഞ്ഞോ, എരിവ് എങ്ങനെയാണ്, ചവർപ്പ് എങ്ങനെയാണ്, ഇത് ഒരു സംശയമാണ്. മിക്ക പുരുഷന്മാരും ഉപ്പ് കൂടി എന്ന് പറയുന്നു, ഉപ്പ് കുറഞ്ഞു എന്ന് പറയുന്നു, മധുരമില്ല എന്ന് പറയുന്നു. എന്നാൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയ കൺഫ്യൂഷനിലാണ്. ഇതെങ്ങനെയാണ് ഉപ്പ് നോക്കേണ്ടത്? ഉപ്പ് നോക്കിയാൽ എൻ്റെ നോമ്പ് മുറിയുമോ? മധുരം നോക്കിയാൽ എൻ്റെ നോമ്പ് മുറിയില്ലേ? ആ ഒരു കൺഫ്യൂഷനിലാണ്. എന്നാൽ വിശുദ്ധമായ ഇസ്ലാം ഇതിന് കൃത്യമായി മറുപടി നമുക്ക് തരുന്നുണ്ട്. രണ്ട് രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വിലയിരുത്തേണ്ടത്. ഒന്ന്, ഉപ്പ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപ്പെടുത്ത് അല്ലെങ്കിൽ കറിയെടുത്ത് നാവിൻ്റെ തുമ്പിൽ വെച്ചാൽ നമുക്ക് ഉപ്പറിയാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ചായയിൽ മധുരം ഇട്ടിട്ട് ആ ചായയിൽ നിന്നും ഒരു തുള്ളി എടുത്ത് നമ്മൾ നാവിൻ്റെ തുമ്പിൽ വെച്ചു, നാവിൻ്റെ തുമ്പിൽ വെച്ച് നമുക്ക് മധുരം അറിയാൻ സാധിക്കുമെങ്കിൽ അത് തുപ്പിക്കളഞ്ഞ് വാ കഴുകലാണ് വേണ്ടത്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാവിൻ്റെ തുമ്പിൽ ഉപ്പ് വെച്ചാലും മധുരം വെച്ചാലും ഒരുപക്ഷെ രുചി അറിഞ്ഞോളണം എന്നില്ല. അവർ നാവിൻ്റെ ഉള്ളിലേക്ക് ഒരുപക്ഷെ ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ള തരത്തിൽ അവർ മധുരം നോക്കാറുണ്ട്. മാത്രമല്ല, ഈ മധുരം നോക്കിക്കഴിഞ്ഞ് പല ഉമ്മമാരും അത് തുപ്പിക്കളയുന്നതോടൊപ്പം കഴുകാറില്ല വായ. അങ്ങനെ കഴുകാതിരിക്കുമ്പോൾ പറ്റുന്ന അബദ്ധം, നമ്മൾ ഉപ്പ് നോക്കി അല്ലെങ്കിൽ മധുരം നോക്കി നമ്മൾ തുപ്പിക്കളഞ്ഞു, പക്ഷേ അതിൻ്റെ ആ മുകുളങ്ങൾ നമ്മുടെ നാവിൽ തന്നെ ഉണ്ടാകും. ഉപ്പാവട്ടെ മധുരമാവട്ടെ, അത് നമ്മളൊന്ന് കുറച്ച് സംസാരിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഉപ്പായിട്ട് മധുരമായിട്ട് നമ്മുടെ ഉമിനീരുമായി കലർന്ന് ഉള്ളിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നോമ്പ് ഫസാദായി പോകും. ഒരുപാട് ഉമ്മമാർ ആ നോമ്പിൻ്റെ തിരക്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കറിയെടുത്ത് അല്ലെങ്കിൽ ചായ എടുത്ത് വായിലേക്ക് ഇങ്ങനെ നക്കിയൊക്കെ നോക്കി ഒന്ന് തുപ്പിക്കളയും. പക്ഷേ അത് വളരെ അബദ്ധമാണ്. അബദ്ധമെന്ന് പറഞ്ഞാൽ അത് ഉമിനീരുമായി കലർന്ന് നമ്മുടെ വയറ്റിലേക്ക് പോയി, നമ്മുടെ ഉള്ളിലേക്ക് പോയി നോമ്പ് മുറിയാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നാവിൻ്റെ തുമ്പിൽ വെച്ച് നമുക്ക് ഉപ്പ് വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ചായയുടെ ഒരു തുള്ളി എടുത്ത് നോക്കി ആ മധുരം ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു ഉടൻ തന്നെ തുപ്പി വാ കഴുകിയാൽ അവിടെ നോമ്പ് മുറിയില്ല. നോമ്പ് മുറിയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ ഉള്ളിൽ ഉമിനീരുമായി കലർന്ന് അത് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രുചി നോക്കിക്കഴിഞ്ഞ് നോമ്പ് മുറിഞ്ഞോ ഇല്ലയോ എന്നൊരു വസ്വാസ്, എന്നൊരു സംശയം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് അത്തരത്തിൽ നോമ്പുകാരിയെ സംബന്ധിച്ചിടത്തോളം നാവിൽ വെച്ച് മധുരമാവട്ടെ ഉപ്പാവട്ടെ എന്താവട്ടെ അവൾ രുചി നോക്കാൻ പാടില്ല. കാരണം സൂക്ഷ്മത അങ്ങനെ ചെയ്യാതിരിക്കലാണ് എന്ന് ഉലമാക്കൾ നമുക്ക് കൃത്യമായി മറുപടി പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഉമ്മക്ക് വളരെ അത്യാവശ്യമായി അങ്ങനെ നോക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ആരാവട്ടെ, സ്ത്രീ തന്നെ ആവണമെന്നില്ല, ഇത് പുരുഷന്മാർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ രുചി നോക്കുകയാണെങ്കിൽ നാവിൻ്റെ തുമ്പിൽ വെച്ച് നോക്കി അവൻ ആ രുചി മനസ്സിലാക്കി ഒന്നും ഉള്ളിലേക്ക് ഇറക്കാതെ അത് തുപ്പിക്കളഞ്ഞ് വായ കഴുകലാണ് വേണ്ടത്. ഇതാണ് രുചി നോക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്അല. ഇനിയും ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് മസ്അലകൾ എൻ്റെ ഉമ്മമാർക്ക് എൻ്റെ ഉപ്പമാർക്ക് അറിയാനുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അടുത്ത പാർട്ടായി നമുക്ക് ആ സംശയങ്ങൾ പറഞ്ഞ് അതിനുള്ള കൃത്യമായ മറുപടി കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ അറിവുകൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അവരും പഠിക്കട്ടെ, നമുക്കെല്ലാവർക്കും സംശയങ്ങൾ മാറട്ടെ. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അതിനുള്ള മറുപടിയും ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിലായിട്ട് നമ്മുടെ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും സംശയങ്ങൾ മാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളൊരവസരമായി ഈ ഒരു പരിപാടിയെ അല്ലാഹു മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ ചാനലിലെ പുതിയ പ്രോഗ്രാമുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാനും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.